നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്തേ കാണിച്ചു? പിന്നെ അച്ഛൻ പറയുന്നതൊക്കെ ഇയാൾ കേട്ടിരുന്നെങ്കിലോ? അതോടെ എല്ലാം അവസാനിക്കില്ലേ? സാറേ സാറേ എന്തു പറ്റി സാറേ? വരണേ. അയ്യോ അച്ഛാ, വാ അയ്യോ വേഗം വാ, പെട്ടെന്ന് വാ. അച്ഛൻ എന്താ പറ്റിയ? അച്ഛാ ഞാൻ വരുമ്പോ സാറിങ്ങനെ ഇവിടെ കിടക്കുക. കണ്ണു നോക്കച്ചാ. അച്ഛാ പരമേശ്വര ഏട്ടാ, ചേട്ടാ ചേട്ടാ സാറേ അച്ഛാ കണ്ണു നോക്കച്ചാ. അച്ഛാ ചേട്ടാ അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എടുക്ക പിടിക്കാം പിടിക്കാം. പിടിച്ചോ. അങ്കിളിനെ ഞങ്ങൾ സമ്മതിച്ചു. ഇത്രയും സൂത്രശാലി ഒരു അച്ഛൻ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കോടീശ്വരന്മാരായിരുന്നു. അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. അതാണൊരു മനുഷ്യന് ആദ്യം വേണ്ടത്. എന്റെ ചേട്ടനുണ്ടല്ലോ, കണിമംഗലം പരമേശ്വരൻ, ഒരു ബുദ്ധിരാക്ഷസനാണ്. ഈ കണ്ണായ സ്വത്ത് മുഴുവൻ എന്റെ ഏട്ടൻ ഒറ്റയ്ക്ക് സമ്പാദിച്ച. ബിസിനസ് രംഗത്ത് അങ്ങേരെ വിളിക്കുന്നത് പതുങ്ങിയിരിക്കുന്ന പുലിയെന്ന. പക്ഷെ കുതിച്ചു ചാടിയാൽ ലക്ഷ്യവും കൊണ്ടേ തിരിച്ചു വരും. പക്ഷേ ചന്ദ്രശേഖരന്റെ ബുദ്ധി അളക്കുന്നതിൽ അങ്ങേർക്ക് പിഴച്ചു. അച്ഛനും മോനും ഒറ്റക്കെട്ടായി നിന്നപ്പോ എനിക്കും എന്റെ മോനും അവിടുത്തെ ജോലിക്കാരുടെ സ്ഥാനമായിരുന്നു. പക്ഷേ ഒരു തീപ്പൊരി അച്ഛന്റെയും മകന്റെയും നെഞ്ചിലേക്ക് ഇട്ടുകൊടുത്തപ്പോ രണ്ടെണ്ണവും തമ്മിലടിച്ചു. ഒരിക്കലും തകരില്ലെന്ന് കരുതിയ കണിമംഗലം പരമേശ്വരന്റെയും വരുണിന്റെയും സ്നേഹബന്ധം ഞാൻ തകർത്തു. ചന്ദ്രശേഖരൻ ഈ കളികൾ മൊത്തം കളിക്കുമ്പോ ഒരു വിഡ്ഢിയെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു എന്റെ ഏട്ടൻ കണിമംഗലം പരമേശ്വരൻ. അവകാശങ്ങൾ പറയുന്ന ഒരാൾ പോലും കണിമംഗലത്തുണ്ടാവില്ല. അത് ചന്ദ്രശേഖരന്റെ തീരുമാനം. ആ തീരുമാനം പ്രഖ്യാപിക്കുന്നത് കണിമംഗലത്തെ അടുത്ത അവകാശിയായ എന്റെ മകനായിരിക്കും.
നീ എന്തേ കാണിച്ചു? പിന്നെ അച്ഛൻ പറയുന്നതൊക്കെ ഇയാൾ കേട്ടിരുന്നെങ്കിലോ? അതോടെ എല്ലാം അവസാനിക്കില്ലേ? ചാവെന്ന് അറിഞ്ഞൂടാ. ചത്താലും ചാവാതെ കിടന്നാലും ഇനി പ്രവർത്തിക്കേണ്ടത് അച്ഛന്റെ ബുദ്ധിയാ. ഉച്ചിയിൽ വെച്ച കൈക്ക് ഉദകക്രിയ. യുവരാജാവ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് രാജാവ് ഇല്ലാതായല്ലേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.